ദേ ഈ മുതലാണ് കേട്ടോ ഇപ്പം നമ്മുടെ കോട്ടേഴ്സിലെ താരം. എന്തുകൊണ്ടാണ് താരമെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ, ഇതിൻ്റെ നീളം തന്നെയാണ് കേട്ടോ. ഇത് താഴെ മുട്ടാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിർത്തിയേക്കണേ. അത്രയ്ക്ക് നീട്ടം വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ 192 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ നീളം വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പടവലിങ് നേരിട്ട് കാണുന്നത്. നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുമ്പോൾ ചെറിയ ചെറിയതല്ലേ കാണുന്നത്. അതുമാത്രമല്ല അതേ വേറെ പടവലിങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇനി ഇതൊക്കെ അതിനേക്കാളും നീളം വരുമെന്ന് അറിയില്ല കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതേ നമ്മുടെ തക്കാളി പടർന്ന് നിൽക്കണ കാണാനായിട്ട് എന്ത് ഭംഗിയാലേ. അതിപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ദേ പയർ ഏകദേശം നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട്. നല്ല നീളം പയറാണ്, പക്ഷേ കാണുമ്പോൾ ഇതൊന്നും പറിക്കാൻ തോന്നുന്നില്ല, അത്ര ഭംഗിയിലാണ് ഇത് ഉണ്ടായി നിൽക്കണേ. അതുപോലെ ആ ചീരത്തൈകൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. പറിച്ച് നട്ടിട്ടില്ല, പക്ഷെ എന്ത് ഭംഗിയാലേ കാണാൻ. വഴുതനങ്ങയും പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ. എന്താ വെണ്ടക്കായും ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളകും പൂവിടാൻ തുടങ്ങണുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്തത് ഞാനാണ്, തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള രാജി ചേച്ചിയുടെ അച്ഛനാണ് ചെയ്തത്. ആൾക്കാണ് ഇത്തവണ കോട്ടേഴ്സിലെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയത് കേട്ടോ.